അമേരിക്കയുടെ അറ്റാക്ക് മിസൈലുകൾ റഷ്യക്കെതിരെ പ്രയോഗിച്ചതിന് തൊട്ടു പിന്നാലെ ബ്രിട്ടന്റെ സ്റ്റോം ഷാഡോ മിസൈൽ, ദീർഘദൂര മിസൈലാണ് ഇത്, റഷ്യക്കെതിരെ ഇപ്പോൾ യുക്രൈൻ ഉപയോഗിച്ചിരിക്കുന്നു. ഇതോടുകൂടി തന്നെ റഷ്യയുടെ കനത്ത തിരിച്ചടി ഏത് നിമിഷവും ഉണ്ടാകാം എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിദേശ രാജ്യങ്ങൾ അവരുടെ ഉക്രൈനിലുള്ള എംബസി പൂട്ടി എത്രയും പെട്ടെന്ന് രാജ്യം വിടാൻ അവരുടെ പൗരന്മാരോട് ആവശ്യപ്പെട്ടിരുന്നു. കാരണം റഷ്യയുടെ ഒരു വലിയ തിരിച്ചടി തന്നെ ആയിരിക്കും ലഭിക്കുക. ജോ ബൈഡനാണ് അമേരിക്കൻ മിസൈലുകളും മറ്റും റഷ്യക്കെതിരെ ഉപയോഗിക്കാനായിട്ട് സെലൻസ്കിക്ക് അനുവാദം നൽകി. അതിന് തൊട്ടു പിന്നാലെ ബ്രിട്ടനും നൽകി. ഇതാദ്യമായിട്ടാണ് ബ്രിട്ടന്റെ ദീർഘദൂര മിസൈൽ റഷ്യക്കെതിരെ ഉക്രൈൻ പ്രയോഗിക്കുന്നത്. ഏതായാലും ഈ മിസൈൽ കുർസക് മേഖലയിലാണ് പതിച്ചതെന്നാണ് പുറത്തു വരുന്ന വിവരം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം, കഴിഞ്ഞ കുറേ കാലമായി പുടിൻ പറയുന്നത് പാശ്ചാത്യ ആയുധങ്ങൾ തങ്ങൾക്കെതിരെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പാശ്ചാത്യ ശക്തികൾ തങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുന്നതായി കണക്കാക്കുമെന്നും തങ്ങളുടെ ആണവ നയം പുനഃപരിശോധിക്കുമെന്നും പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം ആണവ നയം പുനഃപരിശോധിച്ചിരുന്നു. അതിർത്തിയിലുടനീളം ആണവ പോർമുനകൾ വഹിക്കുന്ന മിസൈലുകൾ റഷ്യ വിന്യസിച്ചു കഴിഞ്ഞിരിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഏത് തരത്തിലുള്ള തിരിച്ചടിയാണ് എന്ന് പ്രവചനാതീതമാണ് എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. ഇതോടൊപ്പം തന്നെ 10,000-ലധികം വരുന്ന ഉത്തര കൊറിയൻ സൈനികരാണ് ഈ കുർസക്കിൽ ഉണ്ടായിരുന്നത്. അവർക്ക് ആൾനാശമുണ്ടായതായിട്ടും അറിയില്ല. അങ്ങനെയെങ്കിൽ ഉത്തര കൊറിയയുടെ ഭാഗത്തുനിന്നും ഒരു വലിയ നീക്കം നടക്കാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും യുദ്ധം അവസാനിക്കുമെന്ന് കരുതിയെടുത്ത്, ട്രംപ് അത് അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞെടുത്ത് ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് ബൈഡൻ ചെയ്യാവുന്ന പണികൾ മുഴുവൻ ചെയ്തുകൊണ്ടാണ് ഇറങ്ങിപ്പോകുന്നത് എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. ന്യൂസ് ഡെസ്ക്.